ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്, റാഹത്താണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ റമദാൻ മാസം വരാനായില്ലേ. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പടീൻ്റെ വാതിൽപ്പടിക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലായിരിക്കുമല്ലേ. അല്ലാഹു എല്ലാവർക്കും പിന്നെ ഈ വർഷത്തെ റമദാൻ മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ റഹ്മത്തും ബർക്കത്തും എല്ലാവിധ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബ്. പിന്നെന്താ, റമദാൻ മാസത്തിൻ്റെ ചിട്ടയോടെ കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അയൽവാസികൾക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാം അല്ലാഹു സമാധാനം സന്തോഷം നൽകട്ടെ. സമാധാനത്തിൽ ബർക്കത്ത് നൽകട്ടെ എല്ലാവർക്കും. ഇല്ല, സമാധാനം ഏറ്റവും വലിയ സമാധാനമല്ല. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, സമാധാനം ഇല്ലെങ്കിൽ പോയി നമ്മുടെ ജീവിതം അല്ലേ. പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. പ്രത്യേകം പറയുകയാണ്, ഞാൻ ഇന്ന് വന്ന വീഡിയോ ഒരു സ്വലാത്താണ് കേട്ടോ. ആ സ്വലാത്ത് പതിവാക്കി ഞാൻ ഈ ഇടയ്ക്ക് ഉണ്ടാവും ഒരു സ്വലാത്ത് കണ്ടത്, പതിവാക്കാൻ തുടങ്ങിയത്. അത് നമ്മൾ പതിവാക്കേണ്ടതാണ് ആ സ്വലാത്ത് കേട്ടോ. നമ്മൾ ചുരുങ്ങിയ ഒരു ദിവസം 3 തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളും എല്ലാവിധ പ്രയാസങ്ങളും ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളും മാറിക്കിട്ടും. വേദനകളെ കരിച്ച് കളയുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് അത്ഭുത സ്വലാത്താണ്. അപ്പോൾ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ പിന്നെ കഴിയുന്നതും എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണയെങ്കിലും പതിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം പിന്നെ 3 തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഹബീബിൽ മഹബൂബ് ഷാഫിൽ അലാലി മഹ്റൂജി കുറൂബി വാല ആലി വസ്സഹബി വസ്സല്ലം. ഈ ഒരു സ്ഥലത്ത് ചൊല്ലി കിട്ടാൻ കുറച്ച് പാടുണ്ടാവും. നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ആദ്യം നമുക്കത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്തൊക്കെയാ അറിയാം, ഒരു പിന്നെ പഠിക്കുന്നവരെ അതിലേക്ക് നോക്കി തന്നെ ചെല്ലുക കേട്ടോ. സ്വലാത്തിലേക്ക് തന്നെ നോക്കി ചെല്ലുക. പഠിച്ച് കിട്ടിയപ്പോൾ നമുക്ക് കാണാപ്പാടായാൽ പിന്നെ പേടിക്കേണ്ടല്ലോ. തെറ്റ് കൂടാതെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു സ്വലാത്ത് ദിവസം 3 തവണ, ചുരുങ്ങിയത് 3 തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണ ചെല്ലാൻ പറ്റിയ അത്രയും നല്ലതാണ്. നമുക്ക് ശരീരത്തിൽ നിന്ന് എല്ലാ വേദനകളും എല്ലാം നീർക്കട്ടെ, അതും കാര്യങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. ശരീരത്തിന് സുഖം ഉണ്ടാവും, ശരീരത്തിനും മനസ്സിനും സുഖം ഉണ്ടാവും. ശരീരത്തിന് സുഖം ഉണ്ടെങ്കിലല്ലേ മനസ്സിന് സുഖം ഉണ്ടാവുക. അതേപോലെ മനസ്സിന് സുഖം ഉണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിന് കുവ്വത്തുണ്ടാവുക അല്ലേ. അപ്പോൾ അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഭർത്താക്കന്മാരെ കൊണ്ടാണെങ്കിലും മക്കളെ കൊണ്ടാണെങ്കിലും എല്ലാവിധ ഇടങ്ങാറുകളെ കുറിച്ച് നമ്മളെ റബ്ബ് കാക്കട്ടെ. പിന്നെ എന്താ, റമദാൻ മാസത്തിനെ സന്തോഷത്തോടെ കൂടി വരവേൽക്കാനുള്ള ഭാഗ്യവും തൗഫീഖും നൽകട്ടെ. ചില ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും ഈമാനും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ മാഷാ അല്ലാഹ് എന്നോ അൽഹംദുലില്ലാഹ് എന്നോ അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലാഹു എല്ലാവിധ പ്രയാസവും അല്ലാഹു മാറ്റിത്തരട്ടെ. പിന്നെ പ്രത്യേകം പിന്നെ പറയാണ്, ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ചെറിയ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, കടങ്ങൾ കൊണ്ട് പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ. കടം വീട്ടാനുള്ള ഹലാലായ വഴി, ഹൈറായ വഴി റബ്ബ് തുറന്നു തരട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നും കൂടെ പറയാണ്, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്.